കൈനഗിരി ആലപ്പുഴ ജില്ലയുടെ ഹൃദയ ഗ്രാമമാണ് കൈനഗിരി. വർഷങ്ങൾക്ക് മുമ്പ് കടൽ ഉൾവലിഞ്ഞ് കരയായി തീർന്നൊരു ഭാഗമാണിതെന്ന് പറയപ്പെടുന്നു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിലാണ് കൈനഗിരി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഇന്ന് മോനുമായി പുഞ്ചവയലുകൾ നിറഞ്ഞ ഈ ഗ്രാമത്തിൻ്റെ പിറവിയെപ്പറ്റി പറയുന്ന പുരാണങ്ങളേറെയുണ്ട്. പൂർണ്ണമായും പമ്പാനദി, പമ്പയാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ചെറുതുരുത്തുകളുടെ ഒരു സമാഹാരമാണ് കൈനഗിരി. ജലാശയങ്ങൾക്ക് ചുറ്റും ബണ്ട് നിർമ്മിച്ച് വെള്ളം വറ്റിച്ച് കൃഷി ചെയ്യുന്ന കുട്ടനാടൻ ശൈലിയാണ് കൈനഗിരിയിലും പിന്തുടരുന്നത്. ഈ പ്രദേശത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 59% ജലാശയങ്ങളാണ്. വേമ്പനാട് കായലും പമ്പ നദിയുമാണ് പ്രധാന ജലാശയങ്ങൾ. നിരവധി ചെറുതോടുകളും ചെറു തടാകങ്ങളും ഈ ഗ്രാമത്തിൻ്റെ പ്രത്യേകതയാണ്. കായൽ നിലങ്ങളിലെ ചെറുമണ്ണ് വളക്കൂറുള്ളതാണ്. പുരാതനങ്ങളായ ക്ഷേത്രങ്ങളും ക്രൈസ്തവ ദേവാലയങ്ങളും ഈ പഞ്ചായത്തിലുണ്ട്. കല്യാണം കഴിഞ്ഞ് ആദ്യമായി ആലപ്പുഴയ്ക്ക് വരുമ്പോഴും എൻ്റെ മനസ്സിലെ ആലപ്പുഴ ഇങ്ങനെയായിരുന്നു. പക്ഷേ ഞാൻ ചെന്നെത്തിയത് ആലപ്പുഴ ടൗണിലായിരുന്നു. പിന്നെ ബോട്ടിങ്ങായും റൈഡിങ്ങായും ഇടയ്ക്കിടയ്ക്ക് കുട്ടനാടും തകഴിയും വിളിയനാടും കൈനഗിരിയുമൊക്കെ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടുകളായി. അപ്പോഴാണ് ആലപ്പുഴയിൽ നിന്ന് കൈനഗിരിക്ക് ആഴ്ചയിലൊരിക്കൽ വിസിറ്റിംഗ് ഡ്യൂട്ടി എനിക്ക് കിട്ടുന്നത്. അങ്ങനെ എൻ്റെ ആഴ്ചയിലൊരിക്കലൊരു വിസിറ്റിംഗ് പ്ലേസായിട്ട് മാറി കൈനഗിരി. മെയിൻ റോഡിൽ നിന്ന് കൈനഗിരിക്ക് സ്കൂട്ടർ തിരിക്കുമ്പോൾ മുതൽ ഞാൻ വേറൊരു ലോകത്താണ്. പച്ച വിരിച്ച പാടവും കുട്ടനാടും താറാവുകളും ഒക്കെ നിറഞ്ഞ ഈ ഒരു ഗ്രാമം കാണണമെന്ന് മോനും എന്നോട് ഒരുപാട് നാളായി ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് ഈ ഒരു ഞായറാഴ്ച മോനെ കാണിക്കാനായി ഞങ്ങളിങ്ങോട്ട് പുറപ്പെടുന്നത്. കുഞ്ഞിലെ എല്ലാം വന്നിട്ടുണ്ടെങ്കിലും അറിവുള്ള സമയത്ത് ആദ്യമായാണ് അവൻ ഈ ഗ്രാമം മൊത്തമായി കാണുന്നത്. ഈ കൃഷിസ്ഥലങ്ങളും അതിനിടയിൽ കാണുന്ന വീടുകളും ആൾക്ക് ഒരുപാട് സംശയങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം എന്തിനാണ് നമ്മൾ ഇവിടെ കൃഷി ചെയ്യുന്നത്? ഇതിൽ നിന്നാണ് നമ്മൾക്ക് അരി കിട്ടുന്നത്? ഈ പുഴ എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഈ ബോട്ടൊക്കെ എവിടെ നിന്നാണ് വരുന്നത്? അങ്ങനെ ഒരു 100,000 സംശയങ്ങൾക്ക് ഞാൻ മറുപടി നൽകിക്കൊണ്ട് ഞങ്ങൾ യാത്ര തിരിച്ചു. പോരുന്ന വഴിയിൽ ഒരു കരിക്കൊക്കെ കുടിച്ച് ഞങ്ങളുടെ മനോഹരമായ ആ ഒരു യാത്ര അവസാനിപ്പിച്ചു.